2013 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് ബിഗ് ആ സ്പൈഡർ. ഏലിയൻ DNA-യിൽ നടത്തിയ ചില പരീക്ഷണങ്ങൾ കാരണം ഒരു ചിലന്തി അസാധാരണമായിട്ട് വളരുന്നതും മനുഷ്യരതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. കലാപം നിറഞ്ഞ ലോസ് ഏഞ്ചലസ് സിറ്റിയുടെ രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ആൾക്കാരെല്ലാം സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തിൽ നിന്നോ ഭയം നോടുകയാണ്. സംഭവം എന്താണെന്നാൽ സിറ്റിയിൽ വളരെ വലിയൊരു ചിലന്തി ഇറങ്ങിയിരിക്കുകയാണ്. പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ പല രീതിയിലും അതിനെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയുമില്ല. ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നേയുള്ള ഒരു രംഗമാണ് അടുത്തു കാണിക്കുന്നത്. അലക്സ് ആണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. ഇയാൾ ഒരു എക്സ്റ്റെർമിനേറ്റർ ആണ്. എന്നുവെച്ചാൽ മുൻപ് ടെർമിനേറ്റർ ആയിരുന്നു എന്നല്ല. വീട്ടിലും മറ്റു കെട്ടിടങ്ങളിലുമൊക്കെ എലിശല്യമോ കീടങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന ആളാണ് അലക്സ്. ഇത് വലിയ ലാഭം കിട്ടുന്ന ജോലിയൊന്നുമല്ല. അതുകൊണ്ട് അലക്സ് ശരിക്കും കാശിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ എലിശല്യം പരിശോധിക്കാൻ വേണ്ടി അലക്സ് എത്തി. എലിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ കാശിന് പകരം ഒരു കേക്കാണ് ആ സ്ത്രീ കൊടുത്തത്. എല്ലാ തവണയും ഈ കിളവി ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അലക്സ് ആളൊരു പാവമായതുകൊണ്ട് അവനൊന്നും പറയാതെ കേക്ക് വാങ്ങി വണ്ടിയിൽ വെച്ചു. അവർ സംസാരിക്കുന്നതിനിടയിൽ അവന്റെ തോളിലൂടെ ഒരു ചിലന്തി കയറി വരുന്നത് കണ്ടു. അത് വളരെ വിഷം കൂടിയ ഒരു തരം ചിലന്തിയായിരുന്നു. അമ്മൂമ്മ അത് കണ്ട് പേടിച്ചുപോയി. അപ്പോൾ അതിനെ നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ അത് നമ്മളെയും ഒന്നും ചെയ്യില്ലെന്ന് അലക്സ് പറഞ്ഞു. പക്ഷെ അവന്റെ വാക്ക് കേൾക്കാതെ പുള്ളിക്കാരി ചെരുപ്പ് കൊണ്ട് ചിലന്തിയെ അടിക്കാൻ നോക്കി. അത് കാരണം ചിലന്തി അവനെ കടിച്ചു. അങ്ങനെ അവൻ ഹോസ്പിറ്റലിലായി. മുറിവ് പരിശോധിക്കുന്നതിനിടയിൽ അവൻ നഴ്സിനോട് പഞ്ചാര അടിക്കാൻ നോക്കി. പക്ഷെ ഒത്തില്ല. അവൾ യാതൊരു ഇൻട്രസ്റ്റും കാണിച്ചില്ല. ഇതേസമയം ആശുപത്രിയിലെ മോർച്ചറിയിൽ ശവശരീരത്തിന്റെ ഒരു ബാഗ് അനങ്ങുന്നത് കണ്ട് അവിടെ നിന്ന് ഡോക്ടർ ഒന്ന് പേടിച്ചുപോയി. അയാൾ ഭയന്ന് വിറച്ചുകൊണ്ട് ആ ബാഗിനടുത്തേക്ക് വന്നു. പെട്ടെന്ന് അയാളുടെ പിന്നിലൂടെ വളരെ നീളം കൂടിയ കാലുകളൊക്കെയുള്ള ഒരു വലിയ ചിലന്തി വന്ന് അയാളെ കടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച ഡോക്ടർ ഫയർ അലാറം ഓൺ ചെയ്തു. അത് കേട്ടപ്പോൾ ആശുപത്രിയിലെ അധികൃതർ എല്ലാവരെയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്നും ഒഴിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അത് തെറ്റായ അലാറമായിരുന്നുവെന്ന് ഹോസ്പിറ്റൽ മാനേജർ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് അയാൾ ചെന്ന് ഡോക്ടറിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നാൽ എന്നെ ചിലന്തി പോലത്തെ എന്തോ ഒരു ഭീകരജീവി ആക്രമിച്ചുവെന്നും അതുകൊണ്ടാണ് ഞാൻ അലാറം ഓൺ ചെയ്തതെന്നും ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അതൊക്കെ അയാൾ വെറുതെ പറയുകയാണെന്നാണ് മാനേജർ കരുതുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് അലക്സ് സമീപത്തുണ്ടായിരുന്നു. ഞാൻ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ആണെന്നും അതുകൊണ്ട് ഈ പ്രശ്നത്തിനെ ഞാൻ കൈകാര്യം ചെയ്യാമെന്നും പ്രതിഫലമായിട്ട് എന്റെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഒഴിവാക്കി തന്നാൽ മാത്രം മതിയെന്നും അലക്സ് മാനേജറിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാനേജർ സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. ഒരു സെക്യൂരിറ്റി ഗാർഡ് അലക്സിനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. മാത്യു എന്നാണ് അയാളുടെ പേര്. അവിടെ എത്തി ചുറ്റുപാടുമൊന്ന് നിരീക്ഷിച്ചപ്പോൾ ഒരു എയർവെന്റ് തുറന്നു കിടക്കുന്നത് അലക്സ് കണ്ടു. അപ്പോൾ ചിലന്തി അതിലൂടെ രക്ഷപ്പെട്ടു പോയി കാണുമെന്ന് അലക്സിന് തോന്നി. അങ്ങനെ ചിലന്തിയെ പിടിക്കാൻ വേണ്ടി അവൻ എയർവെന്റിലൂടെ കയറി പോകാൻ തീരുമാനിച്ചു. മാത്യുവിന്റെ കയ്യിൽ ഒരു വോക്കി ടോക്കി കൊടുത്തിട്ട് അവൻ എയർവെന്റിലൂടെ കയറി. ഇതേസമയം US മിലിറ്ററി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ലഫ്റ്റനന്റ് ബ്രാക്സ്റ്റനും മേജർ കാർലി ബ്രാൻഡും കൂടെ ഹോസ്പിറ്റൽ മാനേജറിനോട് സംസാരിക്കുകയാണ്. ഫയർ അലാറം ഒരു അബദ്ധം പറ്റിയതാണെന്നും ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നും മാനേജർ ആർമിക്കാരോട് പറഞ്ഞു. എന്നാൽ ഇവിടെ അവർ അന്വേഷിക്കുന്ന ചിലന്തി ഉണ്ടെന്ന കാര്യം മിലിറ്ററിക്ക് അറിയാമായിരുന്നു. ശരിക്കും ഈ ചിലന്തി അവരുടെ ഒരു പരീക്ഷണത്തിന്റെ അനന്തരഫലമാണ്. അതുകൊണ്ടാണ് പുറം ലോകം അറിയുന്നതിന് മുന്നേ അവരതിനെ പിടികൂടാൻ ശ്രമിക്കുന്നത്. ഹോസ്പിറ്റലിൽ എവിടെയോ ശരീരം തളർന്നു കിടക്കുന്ന ഒരു രോഗിയുടെ മുറിയിൽ നേരത്തെ കണ്ട വിചിത്രമായ ചിലന്തി കയറി വന്നു. എയർവെന്റിലൂടെ ചിലന്തി വരുന്നത് അയാൾ കണ്ടു. പക്ഷെ അയാൾക്കൊന്നും ചെയ്യാനായില്ല. ശേഷം അത് അയാളുടെ മുഖത്ത് കയറി ഇരുന്ന് ആക്രമിച്ചു. എയർവെന്റിലൂടെ കയറി വന്ന അലക്സ് കുറെ ദൂരം എത്തിയപ്പോൾ വെന്റ് മുഴുവൻ ചിലന്തി വല കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. വലയെ തൂത്ത് കളയാൻ ശ്രമിച്ചെങ്കിലും അത് സാധാരണ വല പോലെ ആയിരുന്നില്ല. ഇത് സൂപ്പർ ഗ്ലൂ പോലെ ശക്തമായി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള പശയായിരുന്നു. തന്റെ കയ്യിലിരുന്ന ലൈറ്റർ എടുത്ത് അവനത് മൊത്തം കത്തിച്ചു കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ തളർന്നു കിടക്കുന്നയാളെ ചിലന്തി ആക്രമിച്ചു കൊന്നുവെന്ന വാർത്ത ബ്രാക്സ്റ്റണിൽ ലഭിച്ചു. ഉടനെ തന്നെ അവിടെ ചെന്ന് അവർ പരിശോധിച്ചു നോക്കി. ഈ ചിലന്തി വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്താണ് ആക്രമിക്കുന്നതെന്നും അതിന്റെ വലിപ്പം വളരെ വേഗം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും മൃതശരീരം പരിശോധിച്ചു നോക്കിയ മിലിറ്ററി ഡോക്ടർ പറഞ്ഞു. അതുമാത്രമല്ല, ഇതുപോലെ ആൾക്കാരെ പിടിച്ചു ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ വലിപ്പം ഇനിയും പല മടങ്ങ് വർദ്ധിക്കുമെന്നും ആർമിക്ക് ഡോക്ടർ മുന്നറിയിപ്പ് കൊടുത്തു. ഈ സമയം അലക്സ് ബേസ്മെന്റിലെത്തി. അവിടെ ഒരു ബോട്ടിലിനുള്ളിൽ ചിലന്തി ഒളിച്ചിരിക്കുന്നത് അലക്സ് കണ്ടു. അതിന്റെ വലിപ്പം കണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അവൻ ആ ചിലന്തിയെ ആസിഡ് സ്പ്രേ ചെയ്ത് കൊല്ലാൻ നോക്കി. പക്ഷെ അത് പെട്ടെന്ന് ഓടി മറഞ്ഞു. എന്നിട്ട് അവന്റെ പിന്നിലൂടെ ആക്രമിക്കാൻ വന്നതും അവിടെ ബ്രാക്സ്റ്റൺ എത്തി. അവൾ ചിലന്തിയുടെ നേർക്ക് ചറപറ വെടിവെച്ചു. അവൾക്ക് നല്ല ഉന്നമുണ്ടായിരുന്നത് കൊണ്ട് ഒരൊറ്റ വെടി പോലും ചിലന്തിക്ക് കൊണ്ടില്ല. വെടിയൊച്ചയൊക്കെ കേട്ട ചിലന്തി പേടിച്ച് നേരെ ഒരു ഓടക്കുഴിയിലേക്ക് ഓടിച്ചാടി രക്ഷപ്പെട്ടു. ഞാനിപ്പോ മര്യാദയ്ക്ക് ആ ചിലന്തിയെ കൊല്ലുമായിരുന്നു. അതിനിടയിൽ നീ എന്തിനാ വന്ന് കയറിയതെന്നും പറഞ്ഞ് കാര്യമറിയാതെ അലക്സ് ബ്രാക്സ്റ്റനോട് ദേഷ്യപ്പെട്ടു. അവൾ അവനെ നേരെ മേജറിന്റെ പക്കൽ കൊണ്ടുപോയി.
അയാൾ ചിലന്തിയെക്കുറിച്ച് അലക്സിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിലന്തി ഇതാണെന്ന് അലക്സ് പറഞ്ഞു. ഇവന് ചിലന്തിയെക്കുറിച്ചുള്ള വേറെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവനെ പറഞ്ഞയക്കാൻ മേജർ പറഞ്ഞു. ബ്രാക്സ്റ്റൺ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ചിലന്തി എന്തോ അസാധാരണമായ ചിലന്തിയാണെന്ന സംശയം തോന്നിയ അലക്സ് ചിലന്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബ്രാക്സ്റ്റണിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾ ഒന്നും തന്നെ പറഞ്ഞു കൊടുത്തില്ല. പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നും പറഞ്ഞ് അവൻ അവന്റെ കാർഡ് അവൾക്ക് നൽകി. അവൾ പോയ ശേഷം ഇത് വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യമായിട്ട് തോന്നുന്നുവെന്നും അതുകൊണ്ട് ചിലന്തിയെ കണ്ടുപിടിക്കാനുള്ള നിന്റെ ശ്രമം നീ തുടരണമെന്നും പറഞ്ഞ് മാത്യു അലക്സിന് പ്രചോദനം കൊടുത്തു. ഈ സമയം ഓടയിൽ ഇറങ്ങിയ ചിലന്തി ഇരുട്ടിൽ മറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭിക്ഷക്കാരൻ അതുവഴി വന്നു. അകലെ ഒരു നാണയം ചിലന്തി വലയിൽ തൂങ്ങിക്കിടക്കുന്നത് അയാൾ കണ്ടു. അത് യഥാർത്ഥത്തിൽ ചിലന്തിയുടെ പണിയായിരുന്നു. അതെടുക്കാൻ വേണ്ടി അയാൾ അങ്ങോട്ട് പോയതും പെട്ടെന്ന് ചിലന്തി പിന്നിലൂടെ വന്ന് അയാളുടെ മുഖത്തിൽ ആസിഡ് തെറിപ്പിച്ചു. എന്നിട്ട് അയാളെ കൊന്നു. മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലെ രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ചിലന്തി ഇറങ്ങിപ്പോയ ഓടയിലേക്ക് മേജർ കുറച്ച് പട്ടാളക്കാരെ അയച്ചു. മേജറും ബ്രാക്സ്റ്റണും ഡോക്ടറും കൂടെ ആ ദൃശ്യങ്ങൾ ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്ന് കാണുകയാണ്. ഓട നിറയെ ചിലന്തി വലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 10-30 പേര് ഇതിനോടകം വെച്ച് തന്നെ ചിലന്തി കൊന്നിട്ടുണ്ട്. ചിലന്തി ഇപ്പോൾ ശരിക്കും വലുതായി കാണുമെന്ന് അവർക്കെല്ലാം മനസ്സിലായി. ചിലന്തി പുറത്തു വരുന്നെങ്കിൽ പിടിക്കാൻ വേണ്ടി ഓട വന്ന് തുറക്കപ്പെടുന്ന സ്ഥലത്തിൽ കുറച്ച് പട്ടാളക്കാരെ നിർത്തിയിട്ടുണ്ട്. അലക്സും മാത്യുവും കൂടെ ഇതെല്ലാം ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ബ്രാക്സ്റ്റനെ വിളിച്ച് ചിലന്തിയെ നിങ്ങൾ പിടികൂടിയോ എന്ന് ചോദിച്ചു. ഇതുവരെ മിലിറ്ററിക്ക് അതിനെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് ബ്രാക്സ്റ്റൺ പറഞ്ഞപ്പോൾ നമുക്കതിനെ കണ്ടെത്താമെന്ന് അലക്സും മാത്യുവും കൂടെ പദ്ധതിയിട്ടു. ചിലന്തിക്ക് ജീവിക്കാൻ ആഹാരത്തിനോടൊപ്പം മരങ്ങളും കൂടെ ആവശ്യമാണെന്ന് അലക്സ് പറഞ്ഞു. സമീപത്തിൽ നിറയെ മരങ്ങളുള്ള ഒരു പാർക്ക് ഉണ്ടെന്ന കാര്യം അപ്പോഴാണ് അവർ ഓർമ്മിച്ചത്. അങ്ങനെയെങ്കിൽ അലക്സിന്റെ നിഗമനപ്രകാരം ചിലന്തി ആ പാർക്കിൽ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി. അവർ കരുതിയതുപോലെ തന്നെ സമീപത്തിലെ പബ്ലിക് പാർക്കിൽ ആ ചിലന്തി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഏകദേശം ഒരു ആനയുടെ അത്ര വലിപ്പമുണ്ടായിരിക്കും. അവർ അതിവേഗത്തിൽ പാർക്കിലേക്ക് പോകുന്നതിനിടയിൽ ഒരു പോലീസ് ഓഫീസർ അവരെ തടഞ്ഞു. കാര്യങ്ങൾ വിവരിക്കാനുള്ള സമയമില്ലാത്തതിനാൽ അവൻ കൈക്കൂലി കൊടുത്ത് പോലീസിനെ പറഞ്ഞയച്ചു. ഈ സമയത്തിൽ ചിലന്തി പാർക്കിലുള്ളവരെയൊക്കെ പിടിച്ചു തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അലക്സും മാത്യുവും അവിടെ എത്തി. ചിലന്തിയെ കാറടിപ്പിച്ച് കൊല്ലാമെന്ന് കരുതി അലക്സ് വളരെ വേഗം അതിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അടുത്തെത്തി അതിന്റെ വലിപ്പം കണ്ടപ്പോൾ അത് സാധ്യമല്ലെന്ന് അവന് മനസ്സിലായി. ഇടിക്കാൻ വരുന്ന കാറിനെ കണ്ടതും ചിലന്തി കാറിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അലക്സ് വളരെ വേഗം വണ്ടി ഓടിച്ച് പാർക്കിൽ നിന്നും പോയി. പക്ഷേ ചിലന്തി അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ബ്രാക്സ്റ്റനെ വിളിച്ചു. നീ പോകുന്ന വഴിയിൽ കുറെ പട്ടാളക്കാരുണ്ടെന്നും അവർ ചിലന്തിയുടെ കാര്യം നോക്കിക്കൊള്ളുമെന്നും ബ്രാക്സ്റ്റൺ അലക്സിനോട് പറഞ്ഞു. അങ്ങനെ കുറച്ചു ദൂരം എത്തിയപ്പോൾ ഒരു കൂട്ടം പട്ടാളക്കാരി തോക്കും പിടിച്ച് നിൽക്കുന്നത് കണ്ടു. ചിലന്തി വന്നതും അവർ തുരുതുരാന്ന് വെടിവെച്ചു. പക്ഷേ ചിലന്തി സമീപത്തുണ്ടായിരുന്ന മരങ്ങൾക്കിടയിലൂടെ രക്ഷപ്പെട്ടു പോയി. അധികം വൈകാതെ ബ്രാക്സ്റ്റനും അവിടെ എത്തി. ഒരു വലിയ സംഘം പട്ടാളക്കാർ ചിലന്തിയെ തേടി പോകാൻ തയ്യാറായി. കുറെ ആയുധങ്ങളൊക്കെ എടുത്ത് മുഴുവൻ സന്നാഹങ്ങളോടെയാണ് അവർ ചിലന്തിയെ പിടിക്കാൻ പോകുന്നത്. ബ്രാക്സ്റ്റനും ആ സംഘത്തിലുണ്ട്. ഞാനും കൂടെ വരട്ടെ എന്ന് അലക്സ് ബ്രാക്സ്റ്റനോട് ചോദിച്ചു. എന്നാൽ നീ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ വലിയ ഉപകാരങ്ങളാണ്. ഇനി നിന്റെ ജീവൻ അപകടപ്പെടുത്താതെ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി നിൽക്കാൻ പറഞ്ഞ ശേഷം അവൾ ടീമിനോടൊപ്പം പോയി. ചിലന്തിയെ കണ്ടതും എല്ലാവരും അതിനെ വെടിവെച്ചു. എന്നാൽ ചിലന്തിക്ക് അതൊന്നും ഏൽക്കുന്നില്ല. ടീമിലുള്ള എല്ലാവരെയും അത് കൊന്നുകളഞ്ഞു. ഫൈറ്റിനിടയിൽ ബ്രാക്സ്റ്റൺ ഒരു ചിലന്തി വലയിൽ കുടുങ്ങിപ്പോയി. അവളെ ചിലന്തി പിടിക്കാൻ വന്നതും അലക്സ് അവിടെ എത്തി അവളെ രക്ഷിച്ചു. ഒപ്പം മാത്യുവും ഉണ്ടായിരുന്നു. അവർ 3 പേരും കൂടെ ചിലന്തിയെ വെടിവെച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ചിലന്തി അതിന്റെ പശ ഉപയോഗിച്ച് ബ്രാക്സ്റ്റനെ പിടികൂടി. ശേഷം അലക്സും മാത്യുവും കൂടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി. എത്രയും പെട്ടെന്ന് ബ്രാക്സ്റ്റനെ രക്ഷിക്കണമെന്ന് അലക്സ് മേജറിനോട് പറഞ്ഞു. പക്ഷേ അവളെ ഇതിനോടകം വെച്ച് തന്നെ ചിലന്തി ഡിന്നറാക്കി കാണുമെന്നാണ് മേജർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ വന്ന് ചിലന്തി ഇപ്പോൾ സ്റ്റേജ് 5 വളർന്നിരിക്കുന്നുവെന്ന് മേജറിനോട് പറഞ്ഞു. അത് കേട്ട് സംശയം തോന്നിയ അലക്സ് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മേജറിനോട് ചോദിച്ചു. അപ്പോഴാണ് മേജർ സത്യാവസ്ഥകളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ മിലിറ്ററി ചില ഏലിയൻ DNA കണ്ടെത്തിയിരുന്നു. പരിശോധിച്ചു നോക്കിയപ്പോൾ അതിനെ വളർച്ചയ്ക്കുള്ള ഗ്രോത്ത് ഹോർമോൺസ് ആയിട്ട് ഉപയോഗിക്കാനാകുമെന്ന് മനസ്സിലായി. ആഹാര സാധനങ്ങളിലാണ് അവർ പരീക്ഷണങ്ങൾ നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു പഴത്തിനുള്ളിൽ ഒരു കൊച്ചു ചിലന്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ദേഹത്തിലും ഏലിയൻ DNA ബാധിച്ചു. അങ്ങനെയാണ് അത് ഇത്രയും വേഗം വളരാൻ തുടങ്ങിയത്. ഏലിയൻ DNA ആയതിനാലാണ് ചിലന്തിക്ക് ഇത്രയും ബുദ്ധി ലഭിച്ചത്. ഡോക്ടറിന്റെ നിഗമനപ്രകാരം ഇനിയും കുറച്ചു കഴിയുമ്പോൾ ചിലന്തി റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ലോകം മുഴുവൻ ഭീമാകാരമായി ചിലന്തികൾ കൊണ്ട് നിറയും.
ഈ സമയം ഡൈനോസറിനേക്കാൾ വലിപ്പം വെച്ച ചിലന്തി ലോസ് ഏഞ്ചലസ് സിറ്റിയിലേക്ക് ഇറങ്ങി. സിറ്റിയിലുള്ള കെട്ടിടങ്ങളും വാഹനങ്ങളും അങ്ങനെ കണ്ണിൽ കണ്ട എല്ലാത്തിനെയും അത് തകർക്കാൻ തുടങ്ങി. എന്നിട്ട് US ബാങ്കിന്റെ ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ അത് കൂടുകൂട്ടുകയും അവിടെ കുറെ മുട്ടകൾ ഇടുകയും ചെയ്തു. ഈ മുട്ടകളെ വിരിയാൻ അനുവദിച്ചാൽ പിന്നെ ലോകത്തിന്റെ സർവനാശമാണ്. അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാത്തതിനാൽ എത്രയും വേഗം ഇതിനെ കൊല്ലണമെന്ന് കരുതി എയർ സ്ട്രൈക്കിലൂടെ മിസൈലുകൾ വർഷിച്ച് കെട്ടിടത്തെ മുഴുവൻ നശിപ്പിക്കാൻ മേജർ ഉത്തരവ് നൽകി. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ ചിലന്തിക്കൊപ്പം ചിലപ്പോൾ സമീപത്തിലുള്ള ആയിരക്കണക്കിന് പേരുടെ ജീവനും നഷ്ടമാകില്ലേ എന്ന് അലക്സ് മേജറിനോട് ചോദിച്ചു. പക്ഷേ ലോകത്തിനെ രക്ഷിക്കാൻ ഇത് ചെയ്തേ പറ്റൂവെന്ന് മേജർ പറഞ്ഞു. ഹെലികോപ്റ്ററുകൾ ബാങ്കിന് മുകളിലൂടെ പറന്നു വരുന്ന സമയത്തിൽ ബ്രാക്സ്റ്റൺ ബാങ്കിനുള്ളിൽ ജീവനോടെ കിടക്കുന്നത് കാണാനിടയായി. ബ്രാക്സ്റ്റൺ മാത്രമല്ല, വേറെയും കുറെ പേരെ ചിലന്തി പിടിച്ചു വെച്ചിട്ടുണ്ട്. മുട്ട വിരിഞ്ഞു വരുന്ന കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യരെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ബ്രാക്സ്റ്റനെ രക്ഷിക്കാൻ അലക്സിനെയും മാത്യുവിനെയും മേജർ പറഞ്ഞയച്ചു. പക്ഷേ മിസൈലുകൾ വർഷിക്കുന്നതിന് മുന്നേ അവർ ബ്രാക്സ്റ്റനെ രക്ഷപ്പെടുത്തണം. അങ്ങനെ അവർ കുറെ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് വളരെ വേഗം ബാങ്കിലേക്ക് പോയി. ബാങ്കിലെത്തിയപ്പോൾ രണ്ടുപേരും കൂടി എലിവേറ്ററിൽ കയറി ബാങ്കിന്റെ ടോപ്പിലേക്ക് പോയി. മുകളിലെത്തി അവർ ബ്രാക്സ്റ്റനെയും ബാക്കിയുള്ളവരെയും രക്ഷപ്പെടുത്തി. എന്നാൽ ആ സമയത്തിൽ മുട്ടകളെല്ലാം വിരിയാൻ തുടങ്ങി. ആ ചിലന്തിക്കുട്ടികൾ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നവരെ ആക്രമിച്ചു. കുറെ ചിലന്തികളെ അവർ കൊന്നു. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് തിരിച്ച് എലിവേറ്ററിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ അവിടെ നിന്നും പുറത്തു കടന്നതും എയർ സ്ട്രൈക്ക് വന്ന് ചിലന്തിക്ക് നേരെ മിസൈൽ വർഷിച്ചു. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി എല്ലാവരും സന്തോഷിച്ചു. മേജർ അലക്സിനെ വിളിച്ച് അഭിനന്ദനങ്ങളും പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ചിലന്തി ഇഹലോകവാസം വെടിഞ്ഞിട്ടില്ലായിരുന്നു. അത് വീണ്ടും എണീറ്റു വന്നു. അപ്പോൾ അലക്സ് പെട്ടെന്ന് അടുത്തുണ്ടായിരുന്ന ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്ത് ചിലന്തിയെ വെടിവെച്ചു. അങ്ങനെ ചിലന്തി കത്തിച്ചാമ്പലായി. അതോടെ എല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയതെങ്കിൽ സംഭവം ഒന്നും അവസാനിച്ചിട്ടില്ല. മേജർ വീണ്ടും അലക്സിനെ വിളിച്ച് നമുക്ക് മറ്റൊരു പ്രശ്നവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ സംസാരിക്കുന്ന സമയത്തിൽ പിന്നിലുള്ള ടിവിയിലൂടെ മറ്റേതോ സിറ്റിയിൽ ഒരു വലിയ പാറ്റ വലിഞ്ഞു കയറുന്നത് കാണാം. അപ്പോൾ അലക്സിന്റെയും മിലിറ്ററിയുടെയും പണി തീർന്നിട്ടില്ല. ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.